ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ മുഴുവനായിട്ടൊന്ന് കാണുക, അതുപോലെ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറക്കാതെ ലൈക്ക് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യുക. ലൈക്ക് അടിക്കാൻ എല്ലാവർക്കും ഒരു മടിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മടി കൂടാതെ ഒന്ന് ലൈക്ക് അടിച്ച് പോവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ നോമ്പിനുള്ള ഫുഡിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാനായില്ലേ. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എല്ലായിടത്തും ഇപ്പോൾ ഇതന്നെയല്ലേ, തിരക്കിട്ട പണിയാവില്ല എല്ലാവരും. അപ്പോൾ നമ്മളിതവിടെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് അടുപ്പ് കത്തിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ മസാലയൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ചിക്കൻ പൊടികളും ഒക്കെ ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി മസാലയൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കിയെടുത്ത് ചിക്കനും ഇതാ ഒന്ന് കഴുകി വെച്ചതാണ്, ഒന്നുകൂടി കഴുകിയിട്ട് വാരിയില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിതുപോലെ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ നല്ലോണം അതിൻ്റെ ചോരയൊക്കെ ഒന്നുകൊണ്ട് പോയി കിട്ടുമല്ലോ എഴുതിയിട്ട് അങ്ങനെ കുറച്ച് നേരം കൂടി വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ. അപ്പോൾ അത് ചിക്കൻ്റെ ഗ്രേവിക്ക് നമ്മൾ മസാല ഉണ്ടാക്കിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനൊക്കെ. അപ്പോൾ ഇനി നമ്മൾ കടി ഇന്ന് അപ്പം ഉണ്ടാക്കണം കേട്ടോ. അപ്പം പിന്നെ കടലക്കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ നമുക്ക് പെട്ടെന്ന് ഉച്ചയ്ക്ക് കിട്ടിയതാണ് കേട്ടോ. ചിക്കൻ്റെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ കാക്കാൻ്റെ കൂട്ടുകാരന്മാർക്കും കുറച്ച് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ, അവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറിൻ്റെ സെറ്റപ്പൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കേണ്ട താമസമുള്ളൂ. അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്തിട്ടും എന്നും ഇപ്പോൾ തന്നെയല്ല നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് കുറേ വീഡിയോ ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല, വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തു തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ചിക്കനിന് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കട്ടോ. വെള്ളം ഒന്ന് നല്ലോണം ഒന്ന് വറ്റിച്ച് കുറുകി വരണം. അടുപ്പത്ത് വെക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ. ബീഫായാലും ചിക്കനായാലും നമ്മൾ മീൻകറി ആയാലും ഒക്കെ അടുപ്പത്ത് വെക്കുകയാണ് നല്ലത്. പക്ഷെ അടുപ്പ് കത്തിക്കാനൊരു മടിയിട്ടോ. അടുപ്പ് കത്തിച്ചുകൊണ്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. വെക്കാനൊന്നും ഞങ്ങൾക്കൊരു മടിയില്ല കേട്ടോ. എനിക്ക് വെച്ചുണ്ടാക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇഷ്ടമല്ലാത്ത പണികളാണ് നമ്മൾ അലക്കലും പാത്രം കഴുകലും അങ്ങനത്തെ ഒക്കെ സംഭവം കേട്ടോ. അതിനൊക്കെ ഒരാളെ കിട്ടിയെങ്കിൽ സുഖമായിരുന്നു. പക്ഷേ ആളൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതാ എന്തായാലും നമ്മളെ വാചകത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ചിക്കൻ കറി അങ്ങോട്ട് റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇനി നമുക്കൊരു അടിപൊളി ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്സും കൂടെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മിക്സിയിലെടുത്ത് കറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും നമ്മൾ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അങ്ങനെ സംഭവങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ കുറച്ച് പച്ചരിയും പട്ടാണിക്കടലയും വെള്ളത്തിട്ടിട്ടുണ്ട്. അത് നമ്മൾ അപ്പവും കറിക്കും വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നമ്മൾ സ്നാക്സിൻ്റെ പരിപാടി അങ്ങോട്ട് സെറ്റാക്കാം. ഞാനിതൊക്കെ ഒന്ന് മസാല അങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മസാലയും റെഡിയായി. പിന്നെ ബ്രെഡും ഇതാട്ടോ ഒന്ന് ആവി കയറ്റിച്ചതാണ്. അത് നമ്മളിങ്ങനെ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ ബ്രെഡിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിലാണെങ്കിൽ ഇതുപോലെ ഒന്ന് ആവി വെച്ചിട്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ ബ്രെഡ് നമ്മൾ മടക്കുമ്പോഴോ ഉരുട്ടുമ്പോഴോ ഇങ്ങനെ ഏത് ഷേപ്പിലും നമ്മൾ പല ഷേപ്പിലുമാണല്ലോ നമ്മൾ ഇടാറ്. അപ്പോൾ അതുപോലെയൊക്കെ ആക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ പൊട്ടുമില്ല കേട്ടോ. സുഖമായിട്ട് നമുക്ക് മടക്കാം ചുരുട്ടാനും ഒക്കെ പറ്റും കേട്ടോ. പൊട്ടാതെ കിട്ടും. ഇനി ഇതാ നമ്മളതെന്തായാലും ഒരു ഭാഗത്ത് നമ്മൾ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ കുറച്ച് ഞാൻ മൈദപ്പൊടിയാണ് കേട്ടോ കലക്കി വെച്ചത്. മൈദപ്പൊടിൻ്റെ പാരം ചിലർ മുട്ടയാണ് എടുക്കണം. ഞാനിപ്പോൾ എന്തായാലും ബ്രെഡിലും മുട്ട ചേർത്തിട്ടല്ലേ ഇപ്പം ബ്രെഡൊക്കെ ഉണ്ടാക്കി വരിക. അപ്പോൾ ഞാൻ എന്തായാലും മുട്ട വേണ്ട എഴുതിയിട്ട് മൈദയാണ് ഇട്ടിട്ട്. അപ്പോൾ മുട്ട ഒരുപാട് ചൊയച്ചാലും രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മൈദപ്പൊടി നല്ല ലൂസാക്കി തന്നെ കലക്കി വെച്ചിട്ട് അതിലൊന്ന് ഇതാക്കി പിന്നെ നമ്മളിതാ ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഒരുപാട് എണ്ണയോ ഇതൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് അങ്ങോട്ട് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബ്രെഡിൻ്റെ ഐറ്റംസ് കുറച്ചങ്ങോട്ട് റെഡിയാക്കിയിരിക്കണം. ഇനി നമുക്ക് സമൂസൻ്റെ ഓല വെച്ചിട്ട് ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ 2 സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുക. ഒന്നിങ്ങനെ ക്രോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെക്കുക കേട്ടോ. സെൻട്രൽ
എന്നിട്ട് നമ്മൾ ആ മസാലക്കൂട്ടുണ്ടല്ലോ അത് സെൻറ്ററിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അത് നമ്മൾ പപ്സൊക്കെ ഇങ്ങനെ കഴിക്കണ പോലെ കേട്ടോ, നല്ല ലെയറായിട്ട് മുരിഞ്ഞിങ്ങനെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം അടിയത്തെ ഓല ഒന്ന് മേലേക്ക് മടക്കുക, എന്നിട്ട് സൈഡത്തെ ഓല ഇപ്പുറത്ത് വെക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങനെ മടക്കിയിട്ട് നല്ല ചൊറുക്കാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ആക്കിയെടുക്കുക. നല്ല രസം, കാണാനും നല്ല രസമാണ്, കഴിക്കാനും രസമായിരുന്നു കേട്ടോ. നല്ല കറുമുറേന് ലെയറായിട്ട് ഇങ്ങനെ നല്ലോണം മുരിയും കൂടെ ചെയ്തപ്പോഴേ ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി അങ്ങോട്ട് തേച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുത്താട്ടോ. ലാസ്റ്റ് നമ്മൾ മടക്കിയ ഷീറ്റ് ഉണ്ടല്ലോ അതിങ്ങോട്ട് ഒന്ന് കവർ ചെയ്ത് ഇപ്പുറത്തേക്ക് ഒന്ന് മടക്കി കൊടുത്താൽ അത് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊരു 5-6 മാത്രമേ ചെയ്യുള്ളൂ, ഓവറായിട്ടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. നമുക്ക് ബ്രെഡിൻ്റെ സ്നാക്സും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതും ഒക്കെ പാടെ ഒരുമിച്ച് ഒരുപാട് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ സമൂസ ഷീറ്റ് നോൽമ്പ് തുടങ്ങിയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടലൊടത്തിക്കണം, അപ്പോൾ അത് ഇനി എടുത്തെക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ അത് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് രണ്ടാമത്തതും അതുപോലെ തന്നെ ഇങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മൈദപ്പൊടിയിൽ എന്ന് പറഞ്ഞാലും വേഗം ഒട്ടുമല്ലോ, എല്ലാവരും മൈദപ്പൊടി തന്നെയല്ലേ എടുക്കാറ് അല്ലേ. പിന്നെ അതങ്ങോട്ട് തേച്ച് സെറ്റാക്കിയാൽ പൊരിച്ച് വരുമ്പോൾ ഒരു ഗ്യാപ്പോ ഇതൊന്നും ഉണ്ടാവില്ല, എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മസാലക്കൂട്ടിക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, എന്താ പറയുക, സോസും മയോണൈസൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. നല്ല ഷവർമൻ്റെ ഒക്കെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ സംഭവങ്ങൾ ഇല്ല ഉണ്ടാക്കാനും, മുട്ട ഇതൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ എന്തായാലും അത് ഉണ്ടാക്കാതെ വെറും ചിക്കൻ്റെ മാത്രം മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. മയോണൈസും പിന്നെ സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഇത് 3 ഒഴിച്ചിട്ട് മസാല തയ്യാറാക്കിയിട്ട് ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അന്ന് പെട്ടെന്ന് ആരോ വന്നപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡും പൊരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ സമൂസേൻ്റെ ഓല കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ പൊരിച്ച് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരത്തെ തുടങ്ങാവും നല്ലത് കേട്ടോ. വൈകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ നേരം വൈകും. അപ്പോൾ ഇന്ന് ഞാൻ വൈകിട്ടോ, അപ്പോൾ കുറച്ച് സമയം ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എടുക്കുകയാണ് കേട്ടോ പണികളൊക്കെ. അപ്പോൾ എല്ലാവരും കരുതും ഇതൊന്നും വ്യക്തമാണില്ല എന്നൊക്കെ, വ്യക്തമാകണില്ലെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് ഇനിയുണ്ടല്ലോ, സമയമുണ്ടല്ലോ, ഇനിയും വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നോമ്പ് അങ്ങോട്ട് കഴിഞ്ഞാട്ടെ. പക്ഷേ നോമ്പ് കഴിഞ്ഞാൽ ആരും ഇതിന് മെനക്കെടില്ല കേട്ടോ, ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ്. നമ്മളെ വലിയ മോനൊക്കെ ഇങ്ങനെ പറയും, അമ്മക്ക് ഉണ്ടാക്കാൻ അറിയായിട്ടല്ല മടിയാണല്ലേ അറിയും. അപ്പോൾ നോമ്പിന് എല്ലാവരും അവസ്ഥ തന്നെ കേട്ടോ, ഉണ്ടാക്കാനൊക്കെ നല്ല ഉഷാറാണ്. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയാട്ടോ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുക എന്നല്ലാതെ നമ്മൾക്ക് വിചാരിക്കുന്ന സംഭവങ്ങൾ നമ്മളുണ്ടായില്ല. നോമ്പിനും അങ്ങനെയല്ല, പല ഐറ്റം നമ്മളെ കൊണ്ട് കഴിയും. അപ്പം ഇതാ 2 സംഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ആപ്പിളും പിന്നെ ഓറഞ്ചും ആണ് കേട്ടോ ഉള്ളത്, ഫ്രൂട്ട്സ് ഐറ്റംസ്. പിന്നെ ഞാൻ വെള്ളം കലക്കിയിരിക്കുന്നത് നമ്മളെ പിസ്തയാണ് കേട്ടോ, പിസ്തയുണ്ട്. പിന്നെ കുറച്ച് ജ്യൂസ് അടിച്ചിരിക്കുന്നത് നമ്മൾ ഓറഞ്ച് കൊണ്ട് കുറച്ച് ജ്യൂസ് അടിച്ചിരിക്കണം കേട്ടോ. ഉമ്മാക്ക് ഇത് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഓറഞ്ച് ജ്യൂസും അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ പിസ്തയൊക്കെ നല്ല കലക്കി കസ്കസ് ഇട്ടിക്കണം കേട്ടോ, കുറച്ച് അതൊന്ന് പുതിരാൻ വേണ്ടിയിട്ട്. ഇത് ഉമ്മാക്കുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതും അങ്ങോട്ട് റെഡിയായി. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ ആയി, ഇനി നമുക്ക് മേശമ്മക്ക് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ അത് അരി അരക്കാണ്ട് അങ്ങനെ ഇതാ നോമ്പ് തുറന്നിട്ട് എന്നിട്ട് ഇനി അരി അരക്കലും അപ്പം ചുടലൊക്കെ. അപ്പം ആകുമ്പോൾ എല്ലാവർക്കും ചൂട് കൊടുക്കലും വേണം കേട്ടോ. അത് ഇങ്ങനെ ചുട്ട് വെച്ചാൽ ആരും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ നോമ്പ് തുറന്നിട്ട് അരിയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറി വെച്ചിരിക്കുന്നത് ഞാൻ പട്ടാണിയും കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരക്കാതെ ഒരു കറിയൊക്കെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാതും ഞാനിവിടെ അതാ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ ബ്രെഡ് സ്നാക്സും സമൂസൻ്റെ ഓലൻ്റെ സ്നാക്സും ഓറഞ്ചും ആപ്പിളും അതുപോലെ ഉമ്മാക്ക് കുറച്ച് ജ്യൂസും കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ കറി ഇതാണ് കേട്ടോ, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മ ചിക്കൻ കറി കഴിക്കില്ല, അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് പട്ടാണി കടലയും കിഴങ്ങും ഒക്കെ ഇട്ടിട്ടൊരു മസാലക്കറി പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അതാ അപ്പമൊക്കെ അരച്ച് ഞാൻ ചുട്ട് വെക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ അപ്പം കറിയും ഒക്കെ ചുടൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങോട്ട് കിടന്നിട്ട് ഉറങ്ങിയിട്ടോ മക്കളെ. കിടന്നുറങ്ങി നീച്ച് നോക്കും, സമയം 9:30 ഒക്കെ ആയിക്കോട്ടോ. അപ്പോൾ ഭയങ്കര
ക്ഷീണമാണ് കേട്ടോ. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഒന്നിനും വയ്ക്കൂല. അപ്പോൾ ഞാൻ കുറച്ച് വെറുതെ കിടന്നതാണ് കേട്ടോ. പക്ഷെ അതങ്ങോട്ട് ഉറങ്ങിപ്പോയി. മോനും അങ്ങോട്ട് അങ്ങനെ ഉറങ്ങിക്കണു. വലിയ മക്കളും മാപ്പിളയും നമ്മളെ പുതിയാപ്പിളയൊക്കെ പൊയ്ക്കണു കേട്ടോ. ഒരു നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ, നാളെ കാണാം.